സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനായ അളവറ്റ ദയാപരനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിന് പരമാവധി ജീവിതത്തിലുടനീളം പാലിച്ചു കൊള്ളണമെന്നുള്ള വസൂയത്ത് സ്വന്തത്തെ മറക്കാതെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മക്കളുടെ പരീക്ഷാഫലങ്ങൾ, അതിൻ്റെ റിസൾട്ടുകൾ വന്നതിന് ശേഷമുള്ള രക്ഷകർത്താക്കളുടെ സമ്മിശ്രമായ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയകളിൽ കൂടി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മക്കളുടെ ഭാവി ജീവിതം എങ്ങനെയാക്കാമെന്നുള്ള ഒരു പുനർവിചിന്തനവും ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള മാർഗവും തേടി അന്വേഷിക്കുന്ന രക്ഷകർത്താക്കൾ, എൻ്റെ ജീവിതം തന്നെ മക്കൾക്ക് വേണ്ടിയാണ് എന്ന് പറയുന്ന എത്രയോ പ്രവാസ ജീവിതം നയിച്ച സഹോദരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഒരുപാട് വർഷങ്ങൾ പ്രവാസ ജീവിതം നയിച്ചുകൊണ്ട് ബാക്കി ജീവിതം കുടുംബത്തോടൊപ്പം ഇമ്പത്തോടെ കഴിയാമെന്ന് പ്രതീക്ഷയോടുകൂടി നാട്ടിൽ വന്ന് ജീവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ കുടുംബം ഭൂകമ്പമായി പൊട്ടിത്തെറിക്കുന്ന എത്രയോ സംഭവങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മക്കൾക്ക് വേണ്ടിയാണ് എൻ്റെ ജീവിതമെന്ന് പറഞ്ഞ് വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രവാസ ലോകത്തേക്ക് പോയി പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോൾ ആ ഇണയും മക്കളും തള്ളിക്കളയുന്ന ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചുറ്റുപാടുകൾ. അള്ളാഹുവിൻ്റെ വിശുദ്ധ കലാമിലെ ഒരു ആയത്താണ് ഇത്തരുണത്തിൽ പ്രസക്തമായി നാം മനസ്സിലാക്കേണ്ടത്. കുടുംബം കാരണം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവണത വളർന്നുകൊണ്ടിരിക്കുകയാണ്. ശത്രുക്കളായി മാറുന്നത് ഇണയാണ്, മക്കളാണ്. തണലേകേണ്ട മക്കൾ ശത്രുക്കളായി മാറുന്ന ഒരു ലോകത്താണ് വിശ്വാസിനികളെ നാം ജീവിക്കുന്നത്. അവിടെയാണ് ഈ പറയുന്ന വിശുദ്ധ ഖുർആനിലെ 64-ാം അധ്യായം സൂറത്തു തഗാബുൻ, അതിലെ 14-15 ആയത്തുകൾ വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണർത്തുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. വിശ്വാസം ഉൾക്കൊണ്ടവരെ, നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ മക്കളിലും തന്നെ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ആരോടാണ് ഈ പറയുന്നത്? ഈ ആയത്ത് കേട്ടത് ഒന്നാമതായി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ പ്രവാചക പുങ്കവരാണ് കേൾപ്പിക്കുന്നത് സ്വഹാബാക്കൾക്ക്. ഒന്നാമത്തെ സംബോധിതർ സ്വഹാബാക്കളാണ്. അവരെ വിളിച്ചുകൊണ്ടാണ് റബ്ബുൽ ആലമീൻ പറയുന്നത്, വിശ്വാസികളെ, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ശത്രുക്കളുണ്ട്, അതുകൊണ്ട് ഫഹ്ദറുഹും, നിങ്ങൾ സൂക്ഷിക്കണം. എന്നിട്ട് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വീണ്ടും അതേ ആവശ്യം തന്നെ, അല്ലെങ്കിൽ അതേ കാര്യം തന്നെ ആവർത്തിക്കുകയാണ്. ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. നിങ്ങൾ സമ്പാദിച്ചു കൂട്ടുന്ന സമ്പാദ്യങ്ങളും നിങ്ങളുടെ മക്കളും പരീക്ഷണമാണ്. വല്ലാഹു ഇൻദഹു അജ്റുൻ അളീം. മഹത്തായ പ്രതിഫലം റബ്ബിൻ്റെ അടുക്കലാണ് എന്നുള്ള വിശുദ്ധ ഖുർആനിലെ ഈ 2 ആയത്തുകളും വിശ്വാസികളെ നമ്മുടെ ജീവിതാന്ത്യം വരെയും കൊണ്ടു നടക്കണം. നാം പ്രതീക്ഷയോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ, അവർ നമ്മുടെ കൺകുളിർമയാകണം, നമ്മുടെ പ്രതീക്ഷകളാവണം, നമ്മുടെ തേട്ടമാണ്, നമ്മുടെ നേട്ടമാണ്. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ നാം എത്രയോ തവണ കേട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ നൈരന്തര്യമായി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഒരു ജീവിതം, സന്താനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു പിതാവിൻ്റെ, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിച്ച ഒരാളുടെ ആഗ്രഹാഭിലാഷമാണ്. 2 പ്രവാചകന്മാരുടെ ചരിത്രമാണ് നമുക്ക് ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലി ഇമ്രാനിലെ 38-ാമത്തെ ആയത്തും സൂറത്തു സ്വാഫാത്തിലെ 100-ാമത്തെ ആയത്തും
ഈ 2 ആയത്തുകളിൽ കൂടി ഈ 2 പ്രവാചകന്മാരുടെ 2 പ്രാർത്ഥനകളാണ്. ദാമ്പത്യ ജീവിതം നയിച്ചു കഴിയുന്ന ഒരു പ്രവാചകനാണ് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു കുഞ്ഞിക്കാല് കാണുവാനുള്ള അടങ്ങാത്ത മോഹം റബ്ബിങ്കിലേക്ക് സമർപ്പിക്കുകയാണ്. ദീർഘനാളത്തെ പരിശ്രമത്തിനൊടുവിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹായ ഒരു സന്താനത്തെ നീ എനിക്ക് നിന്റെ വരദാനമായി നൽകണമേ. സമാനമായ പ്രാർത്ഥന തന്നെയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും പ്രാർത്ഥിക്കുന്നത്. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉ ദുആ. മക്കളെ നൽകണേ എന്നല്ല ആ പ്രവാചകന്മാരുടെ പ്രാർത്ഥന. സ്വാലിഹായ മക്കളെ നൽകണേ, കൺകുളിർമ നൽകുന്ന മക്കളെ നൽകണേ, നാളെ പരലോകത്തും ദുനിയാവിലും ഉപകാരപ്പെടുന്ന മക്കളെ ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥന 2 പ്രവാചകന്മാരുടേതായിട്ട് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇനി സന്താനങ്ങൾ അവർക്ക് ലഭിച്ചതിന് ശേഷം അവരുടെ ആവശ്യം പൂർത്തീകരണത്തിന് ശേഷം പ്രാർത്ഥന നിലക്കുന്നില്ല. അവിടെയും പ്രാർത്ഥന നൈരന്തര്യമായി തുടരണമെന്നാണ്. മക്കളുടെ കാര്യത്തിൽ, ഇണകളുടെ കാര്യത്തിൽ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയും ഭാര്യ ഭർത്താവിന് വേണ്ടിയും അവർ അവരുടെ സന്താനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ 25-ാം അധ്യായത്തിലെ 74-ാമത്തെ ആയത്താണ് സൂറത്തുൽ ഫുർഖാൻ. അതിലെ ഒരു പ്രാർത്ഥന നമുക്ക് ഹൃദ്യസ്ഥമാണ്. വിശ്വാസികളെ, നിരന്തരമായി നാം പ്രാർത്ഥിക്കുന്നവരാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, എൻ്റെ ഇണകളിലും എൻ്റെ സന്താനങ്ങളിലും കൺകുളിർമ നൽകുന്നവർ നീ നൽകണമേ. മാത്രവുമല്ല, ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് അഥവാ മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ നീ ഇമാമാക്കണമേ എന്നുള്ള പ്രാർത്ഥനയുണ്ടല്ലോ വിശ്വാസികളെ. അതൊരു പ്രാർത്ഥന തന്നെയാണ്. മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണമെന്നാണ്. തഖ്വയുള്ളവർക്ക്, ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് നേതാവായി ഞങ്ങളെ നീ വളർത്തണമേ എന്ന് റബ്ബ് തആലയോട് പ്രാർത്ഥിക്കുമ്പോൾ അത്തരം ഒരു ജീവിത വിശുദ്ധിയാണോ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്? മുത്തഖീങ്ങളാകുവാൻ തന്നെ എത്രയോ പ്രയാസപ്പെടുന്ന നമുക്ക് മുത്തഖീങ്ങളുടെ ഇമാമാകുവാനുള്ള ആ പ്രാർത്ഥനയുണ്ടല്ലോ. റഹ്മാനായ റബ്ബിൻ്റെ, ഇബാദുർ റഹ്മാനിൻ്റെ അടയാളമായി, കാരുണ്യവാനായ റബ്ബിൻ്റെ അടിയാറുകളുടെ ഒരു പ്രാർത്ഥനയായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരേണ്ടത്. വിശ്വാസികളെ, അങ്ങനെ നമ്മുടെ മക്കൾ കൺകുളിർമയാകണം, നമ്മുടെ ഇണകൾ കൺകുളിർമയാകണം. അതിനുവേണ്ടി വിശ്വാസികളോട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അക്രിമു ഔലാദക്കും വഅഹ്സിനു അദബഹും. നിങ്ങളുടെ മക്കൾക്ക് പെരുമാറ്റങ്ങൾ നന്നായി പഠിപ്പിച്ചു കൊടുക്കുക, അവരെ നിങ്ങൾ പരിഗണിക്കുക. വീട്ടിൽ ഒരു കാര്യം ചെയ്യുവാനായിട്ട് ആലോചിക്കുമ്പോൾ മക്കളുമായിട്ട് ഷൂറ ചെയ്യണമെന്ന് പോലും വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കൊണ്ട് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അവരെ ആദരിക്കേണ്ടതുപോലെ ആദരിക്കുകയും അവരുമായി കൂടിയാലോചിക്കുകയും നല്ല രീതിയിൽ അവരെ പെരുമാറ്റം, നല്ല മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അഫ്ളല മിൻ അദബി ഹസനിൻ, ഏറ്റവും നല്ല മര്യാദയാണ് നിങ്ങൾ മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനമായിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമുക്കറിയുമല്ലോ ചരിത്രം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരു പിതാവ് വന്നുകൊണ്ട് സങ്കടം പറയുകയാണ്, അമീറുൽ മുഅ്മിനീൻ, എൻ്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല, ധിക്കാരത്തോടുകൂടി വളരുകയാണ്, ദുനിയാവിലും ആഖിറത്തിലും നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം എൻ്റെ മകനെക്കുറിച്ച് വല്ലാതെ വേവലാതിയുണ്ട് ഖലീഫ എന്ന് പറയുമ്പോൾ മകനെ വിളിപ്പിക്കുകയാണ് ഖലീഫ. മകനോട് ചോദിക്കുകയാണ് പിതാവിൻ്റെ ആവലാതികളും പരാതികളും. സമ്മതിച്ചുകൊണ്ട് മകൻ പറയുകയാണ് ഖലീഫയോട്, അല്ല അമീറുൽ മുഅ്മിനീൻ, ഇതെല്ലാം താങ്കൾ പറഞ്ഞത് ഒരു മകൻ പിതാവിനോട് ചെയ്യേണ്ട മര്യാദകളാണല്ലോ. തിരിച്ചു ചോദിക്കട്ടെ അമീറുൽ മുഅ്മിനീൻ, പിതാവ് മക്കൾക്ക് എന്തെങ്കിലും മര്യാദ പാലിക്കണോ, അല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത ആ പിതാവിനുണ്ടോ എന്നുള്ള ചോദ്യം
അമീറുൽ മുഅ്മിനീനോടാണ് മകൻ ചോദിക്കുന്നത്. പറയുകയാണ്, ഖലീഫ, ഉണ്ട്, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പിതാവിൻ്റെ ബാധ്യതയാണ്. നിന്റെ ഉമ്മയെ സംസ്കരിച്ചെടുക്കേണ്ടത് നിന്റെ പിതാവിൻ്റെ ബാധ്യതയാണ്. മക്കൾക്ക് നല്ല പേരിടേണ്ടത് ആ പിതാവിൻ്റെ ബാധ്യതയാണ്. എല്ലാം കേട്ടതിന് ശേഷം മകൻ പറയുകയാണ് ഖലീഫയോട്, വലം യുഅല്ലിമിനി മിനൽ കിതാബി ബിഹർഫിൻ വാഹിദാ. അല്ലയോ ഖലീഫ, നിങ്ങൾ അറിയുമോ, ഈ പിതാവ്, എന്നെക്കുറിച്ച് പരാതിയുമായിട്ട് നിങ്ങളുടെ അടുക്കൽ വന്ന ഈ പിതാവ് വിശുദ്ധ ഖുർആനിലെ ഒരു വാക്കുപോലും എന്നെ പഠിപ്പിച്ചില്ല എന്നുള്ള സങ്കടകരമായ ഒരവസ്ഥ ഖലീഫ അങ്ങേക്കറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഞെട്ടിത്തരിക്കുകയാണ് ഖലീഫ. ക്ഷോഭിച്ചുകൊണ്ട് പൊട്ടിത്തെറിക്കുന്ന ഖലീഫ പിതാവിനോട് പറയുകയാണ്, മകനെതിരെ നിങ്ങൾ വന്നുവെങ്കിൽ ഇതാ ഈ കാര്യത്തിൽ നിങ്ങളാണ് ഇതിന്റെ ഒന്നാം പ്രതി, നിങ്ങളാണ് തെറ്റുകാരൻ എന്ന് പറയുന്ന മഹാനായ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നാം പലവരും കേട്ടതാണ് വിശ്വാസികളെ. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മക്കൾക്ക് വേണ്ട അദബുകൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട, മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട, തസ്കിയത്തും തർബിയത്തും പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒന്നാമത്തെ മടിത്തട്ട് എന്ന് പറയുന്നത് ഉമ്മയാണ്, പിന്നെ പിതാവാണ്, അവരുടെ ബാധ്യതയാണ്. നാട്ടിൽ എങ്ങനെയാണ് മകൻ നടക്കേണ്ടത്, ഏത് ജീവിത രീതിയിലാണ് സംസ്കാരത്തിൽ വളരേണ്ടത് എന്നുള്ള പ്രാഥമികമായിട്ടുള്ള പാഠം പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളുടെ ബാധ്യതയാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികളെ, എന്തായിരിക്കണം ഒരു പിതാവിൽ നിന്നും ഒരു മകൻ പഠിക്കേണ്ട ആദ്യത്തെ തർബിയത്ത്? എന്തായിരിക്കണം തസ്കിയത്ത്? അള്ളാഹുവിനെ കുറിച്ചുള്ള പാഠമായിരിക്കണം ആദ്യമായി അവൻ പഠിക്കേണ്ടത്. വളർന്നു വരുന്ന ആ മകന്റെ കർണപുടത്തിൽ കേൾക്കേണ്ടത് റബ്ബിനെ കുറിച്ചുള്ള ഗരിമയും അള്ളാഹുവിനെ കുറിച്ചുള്ള ശക്തിയുമായിരിക്കണം. അവന്റെ ഖുദ്റത്തിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. നമുക്കറിയുമല്ലോ ചരിത്രം. 7 വയസ്സായ കുഞ്ഞുമകൻ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പ്രവാചകരുടെ കൂടെ നടക്കുകയാണ്. അള്ളാന്റെ റസൂലിന്റെ കൂടെ നടക്കുമായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഒരിക്കൽ തോളിൽ കൈവച്ചുകൊണ്ട് നടക്കുന്ന പ്രവാചകരുടെ അടുക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഒരു കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഹാനായ പ്രവാചകർ ഉപദേശിച്ചു കൊടുക്കുകയാണ്, യാ ഗുലാം, പൊന്നുമോനെ, യഹ്ഫളില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, യഹ്ഫളുക്, എങ്കിൽ അല്ലാഹു നിന്നെയും സൂക്ഷിക്കണം. ഇദാ സഅൽത ഫസ്അലില്ലാഹ് വ ഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. തൗഹീദാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഒരു മകനോട്, ഒരു മകളോട്, വളർന്നു വരുന്ന നമ്മുടെ സന്താനങ്ങളോട്, മാതാപിതാക്കളെ, നമുക്കൊരു ബാധ്യതയുണ്ട്. ഒന്നാമതായി നാം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് റബ്ബിനെ കുറിച്ചുള്ള വഹദാനിയത്താണ്, അവന്റെ തൗഹീദാണ്, അവന്റെ ഗരിമയും അവന്റെ പെരുമയുമാണ് നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇത് മാതൃകയാണ് പ്രവാചകരിൽ നിന്നും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മോനെ, നീ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ റബ്ബിനോട് ചോദിക്കണം. അഭയം തേടുകയാണെങ്കിൽ നീ അല്ലാഹുവിനോട് അഭയം തേടണം. ഈ ലോകം മുഴുവനും നിനക്കെതിരെ വന്നാലും നിന്റെ റബ്ബ് കൽപ്പിച്ചതെന്തോ അത് മാത്രമേ നടക്കൂ എന്നുള്ള ആ ഒരു ധൈര്യത്തിന്റെ തസ്ബീത്തിന്റെ ആ ഒരു ഉറപ്പിന്റെ പാഠം പഠിപ്പിച്ചു കൊടുക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅലം, പൊന്നുമോനെ, നീ പഠിക്കുക മോനെ, അന്നൽ ഉമ്മത ലവജ്തമഅതു അലാ അൻ യൻഫഉക ബിശൈഇൻ ലൻ യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബല്ലാഹു ലഹു. ഒരു സമൂഹം മുഴുവനും നിനക്ക് എതിരെ വന്നാലും, ഒരു സമൂഹം മുഴുവനും നിനക്ക് അനുകൂലമായി വന്നാലും, അതിന് വിരുദ്ധമാണ് റബ്ബിന്റെ കിതാബിൽ എഴുതിയിട്ടുണ്ട് എങ്കിൽ, നിനക്ക് അനുകൂലമായിട്ട് സമൂഹം മുഴുവനും വന്നാൽ, ലോകത്തുള്ള സർവ്വകോടികളും നിനക്ക് അനുകൂലമായി വന്നാൽ പോലും മോനെ, നിന്നെ കുറിച്ച് നിന്റെ റബ്ബ് നിന്റെ കിതാബിൽ എഴുതി വച്ചിരിക്കുന്നത് എന്തോ അത് നടക്കുക തന്നെ ചെയ്യും മോനെ. ഈ ലോകം മുഴുവനും നിനക്കെതിരായി വന്നാലും നിന്റെ റബ്ബ് എന്താണോ വിധിച്ചിരിക്കുന്നത് അത് നടക്കുക തന്നെ ചെയ്യും എന്നുള്ള ശുദ്ധമായ തൗഹീദിന്റെ വിളംബരം പഠിപ്പിച്ചു കൊടുക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. അറിയുമല്ലോ നമുക്ക്, യഅഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മഹാന്മാരായ 2 പ്രവാചകന്മാരുടെ മരണസമയത്ത് മക്കളെയെല്ലാം വിളിച്ചുകൊണ്ട് ചോദിക്കുന്നത്, മക്കളെ, നഅ്ബുദു ഇലാഹക മാ തഅ്ബുദൂന മിൻ ബഅദി, ഞാൻ മരണപ്പെട്ടു പോയാൽ
നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? നിങ്ങൾ ആരോടായിരിക്കും പ്രാർത്ഥിക്കുക? നിങ്ങളുടെ നേർച്ചകളും വഴിപാടുകളും ആർക്കാണ് സമർപ്പിക്കുക എന്ന് മരണസമയത്ത് പോലും മഹാന്മാരായ പ്രവാചകൻ മക്കളോട് ചോദിക്കുമ്പോൾ മക്കൾ പറയുന്ന മറുപടി വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 132 133 ആയത്തുകളിൽ കാണാം. ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക, പൊന്നുപ്പ, അങ്ങയുടെ പിതാക്കന്മാർ കാണിച്ചു തന്ന ശുദ്ധമായ തൗഹീദിലായിരിക്കും ഞങ്ങൾ ജീവിക്കുക. ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു അല്ലാത്ത ഒരാൾക്കും ഇബാദത്ത് ചെയ്യുകയില്ല എന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ് സഹോദരങ്ങളെ. ഇതിൽ നിന്നും വിഭിന്നമായിരുന്നില്ല മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഒരു കാലഘട്ടത്തിന്റെ നവോത്ഥാന നായകനായിരുന്ന മഹാനായ ശൈഖ് അവറുകൾ 91-ാമത്തെ വയസ്സിൽ വഫാത്താകുന്ന സമയത്ത് മകൻ അടുത്തിരിക്കുകയാണ്. അബ്ദുൽ വഹാബ് അടുത്തിരിക്കുകയാണ്. മരണാസന്നനായ പിതാവിന്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് മകൻ ചോദിക്കുകയാണ്, പൊന്നുപ്പ, പ്രിയപ്പെട്ട വാപ്പ, ഔസീനി ബിമാ അമൽ ബിഹി ബഅദക്, അങ്ങ് വഫാത്തായതിനു ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുവാനായിട്ട് ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കുമോ വാപ്പ? വസിയ്യത്ത് നൽകുമോ വാപ്പ? ഞങ്ങളുടെ ജീവിതത്തിൽ അത് അടയാളമായി ഞങ്ങൾ കൊണ്ടു നടക്കാം എന്ന് മരണാസന്നനായ പിതാവിനോട് ചോദിക്കുന്ന മകൻ അബ്ദുൽ വഹാബിനോട് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അലൈക ബിതഖ്വല്ലാഹി അസ്സ വജല്ല. നോക്കണം, അവിടെയും റബ്ബിനെ കുറിച്ചാ പഠിപ്പിച്ചു കൊടുക്കുന്നത്. വിശ്വാസികളെ, നമുക്ക് മാതൃകയുണ്ട്. അലൈക ബിതഖ്വല്ലാഹി അസ്സ വജല്ല, പൊന്നുമോനെ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വലാ തഖഫ് അഹദൻ സിവല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരു ശക്തിയെയും നീ ഭയപ്പെട്ടു പോകരുത്. ഭൗതികമായോ അഭൗതികമായോ ഒരു ശക്തിയെയും നീ ഭയപ്പെട്ടു പോകരുത്. വലാ തർജു അഹദൻ സിവല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരു ശക്തിയിലേക്കും നീ പ്രതീക്ഷ അർപ്പിക്കരുത്. വക്കിൽ ഹവായിജ ഇലല്ലാഹി അസ്സ വജല്ല, നീ നിന്റെ റബ്ബിൽ മാത്രം തവക്കുലാക്കണം. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരും മോനെ, ജീവിതത്തിൽ നൊമ്പരം വരും മോനെ, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരും മോനെ, അല്ലാഹു അല്ലാത്ത ഒരു ശക്തിയിലേക്കും നീ തവക്കുൽ ചെയ്യല്ല മോനെ. നീ റബ്ബായ അല്ലാഹുവിന് മാത്രമേ നീ തവക്കുലാക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ. അവനെയല്ലാതെ നീ പ്രതീക്ഷ അർപ്പിക്കല്ല മോനെ, അവനോടല്ലാതെ നീ സഹായം തേടല്ല മോനെ, അവനോടല്ലാതെ നീ ഭയപ്പെടല്ല മോനെ എന്ന് പറയുന്ന ശൈഖുൽ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൃത്യമായിട്ടുള്ള പാഠമാണ് വിശ്വാസികളെ മക്കൾക്ക് നമുക്ക് നൽകാവുന്ന ഒന്നാമത്തെ ഉപദേശം. ആ ഭയം നമ്മുടെ മനസ്സുകളിൽ വന്നു കഴിഞ്ഞാൽ പരമാവധി തെറ്റുകളിൽ നിന്നെല്ലാം മാറി നിൽക്കുവാനുള്ള ഒരു ബോധമുണ്ടാകും. അതുകൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നടന്ന ഒരു സംഭവം വാർത്താ മാധ്യമങ്ങളിൽ കൂടി നാം കണ്ടതാണ്. ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വരുന്ന ബാങ്ക് ഇടപാടിൽ ജോലി നോക്കുവാനായിട്ട് ഒരു സ്വർണ്ണനിധി പോലെ അദ്ദേഹത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ ഒരു ജോലി കിട്ടിയ ഒരു മനുഷ്യൻ അവസാനം തിരഞ്ഞെടുക്കുകയാണ്, ഈ ലക്ഷക്കണക്കിന് മാസ ശമ്പളമുള്ള ഈ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഇടപാട് നടത്തുന്ന ഈ ബാങ്കിന്റെ പണി എനിക്ക് വേണ്ട. അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധമാണ്, റബ്ബിനെ കുറിച്ചുള്ള ആ ഒരു ബോധമാണ്. ദുനിയാവിലെ ജീവിതം കഴിഞ്ഞാൽ റബ്ബിന്റെ അടുക്കൽ പോകുമ്പോൾ അവിടെ മറുപടി പറയണമെന്നുള്ള ആ കൃത്യമായിട്ടുള്ള ബോധ്യമാണ് ആ പൊന്നുമോനെ ഹറാമിൽ നിന്നും മാറ്റി ചിന്തിപ്പിക്കുവാൻ സാധിച്ചത്. റബ്ബിനെ കുറിച്ചുള്ള ബോധമാണ് അവന്റെ മനസ്സിലുണ്ടായത്. പരലോകത്ത് ഉപകാരപ്പെടുന്ന മക്കളായി വളരണമെങ്കിൽ വിശ്വാസികളെ, നമ്മുടെ മക്കൾ കലാലയങ്ങളിൽ പോവുകയാണ്, ഒരാഴ്ച കഴിയുമ്പോഴേക്കും സ്കൂളുകൾ തുറക്കുകയാണ്, വിദ്യാലയങ്ങളിൽ പോവുകയാണ്. പഴയതുപോലെയുള്ള കാലഘട്ടമല്ല. വൈകുന്നേരങ്ങളിൽ വീട്ടിൽ നിന്നും വരുമ്പോൾ മതനിരാസത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ മക്കൾ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള രോഗമാണ് വിശ്വാസികളെ. അവിടെ മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നമുക്കൊരു ബാധ്യതയുണ്ട്. നാളെ പരലോകത്ത് നമ്മുടെ മക്കൾ ഉപകാരപ്പെടുന്നവരായിരിക്കണം. ദുനിയാവിലെ ഉന്നതമായ കലാലയങ്ങളിൽ കിട്ടുന്ന ആ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് കിട്ടിയില്ല എങ്കിലും, ഉന്നതമായ ശമ്പളത്തിന്റെ ജോലി നമുക്ക് കിട്ടിയില്ല എങ്കിലും വേണ്ട എന്നല്ല ഈ പറയുന്നത്, അതെല്ലാം വേണം. പക്ഷേ ആത്യന്തികമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? നമ്മുടെ മയ്യത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് റഹ്മാനായ റബ്ബേ, എന്റെ പിതാവാണ് ഈ കിടക്കുന്നത്, അല്ലാഹുമ്മ ഗഫിർ ലഹു, പുറത്തു കൊടുക്കണേ അല്ലാ. മയ്യത്ത് മറവ് ചെയ്തതിന് ശേഷം ചുറ്റുപാടിൽ നിന്നുകൊണ്ട് തസ്ബീഹ് ചൊല്ലുന്ന മക്കളായിരിക്കണം. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാ എന്റെ പൊന്നുപ്പയാണ് ഈ കിടക്കുന്നത്, സ്ഥൈര്യം കൊടുക്കണേ, ധൈര്യം കൊടുക്കണമേ. മലക്കുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ധൈര്യത്തോടുകൂടി
മറുപടി പറയുവാനുള്ള ഒരു മനസ്സ് അല്ലാഹുവേ നീ നൽകണമേ എന്നുള്ള ആ മക്കളെ വളർത്തിയെടുക്കണം സഹോദരങ്ങളെ. അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, 3 കാര്യമൊഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകും. അറിയുന്നതാണ് ഹദീസ്. 3 കാര്യങ്ങൾ എന്തെല്ലാം സമ്പാദിച്ചാലും 3 കാര്യങ്ങൾ മാത്രമേ നമ്മളെ പിന്തുടരുകയുള്ളൂ. അള്ളാഹുവിന്റെ പ്രവാചകർ നമ്മെ പഠിപ്പിക്കുകയാണ്, സ്വദഖത്തുൻ ജാരിയ, ലോകത്ത് ചെയ്യുന്ന പ്രതിഫലാർഹമായ സ്വദഖ, റിയായില്ലാതെ പ്രകടനപരതയില്ലാത്ത ആ സ്വദഖ, ഔ ഇൽമുൻ യുൻതഫഉ ബിഹി, പ്രയോജനകരമായ നാം മനസ്സിലാക്കിയ ഇൽമ്, നാം പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവുകൾ. മൂന്നാമതായി പ്രവാചകൻ എണ്ണുന്നത് ഔ വലദിൻ സ്വാലിഹൻ യദ്ഉ ലഹു, സ്വാലിഹായ മക്കൾ ചെയ്യുന്ന ആ പ്രാർത്ഥനയുണ്ടല്ലോ, വല്ലാത്ത ഒരു പ്രാർത്ഥനയാണ് ആ പ്രയോഗം തന്നെ. നോക്കൂ, സ്വാലിഹായ മക്കൾ, മക്കളുടെ പ്രാർത്ഥന എന്നല്ല, മക്കൾ സ്വാലിഹായിരിക്കണം, റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കിയവനായിരിക്കണം. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ ദർഗയിലേക്ക് ഓടിക്കൊണ്ട് അവിടം തവക്കുലാക്കുന്ന മക്കളായി വളർത്തല്ല. അങ്ങനെയുള്ള മക്കൾ നമുക്ക് നഷ്ടമാണ് 2 ലോകത്തും. നേരെ മറിച്ച് ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുല്ലാ പഠിപ്പിച്ചതുപോലെ ജീവിതത്തിലെ എല്ലാ നൊമ്പരങ്ങൾക്കും ശാശ്വത പരിഹാരം നീ റബ്ബിലാക്കിക്കോ, അവനിൽ തവക്കുലാക്കിക്കോ, അവനിൽ ഇബാദത്ത് നീ സമർപ്പിച്ചോ. അങ്ങനെയുള്ള മക്കളാക്കി വളർത്തിയെടുക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ആ മക്കൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ആ പ്രാർത്ഥനയുണ്ടല്ലോ. നോക്കൂ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അന്ത്യനാളിൽ ചില ആൾക്കാർക്ക് പർവ്വത സമാനമായിട്ടുള്ള അമലുകളുമായിട്ട് അവർ വരുമെന്നാണ്. പർവ്വത സമാനമായിട്ടുള്ള അമലുകളുമായിട്ട് ചില ആൾക്കാർ റബ്ബിന്റെ അടുക്കൽ വരും. അദ്ദേഹം ചോദിക്കും, ഫയഖൂൽ അന്നാ ഹാദാ റബ്ബേ, ഇതെന്താണ്? ഇത്രയും സൽക്കർമ്മങ്ങൾ ചെയ്തത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓർമ്മയില്ല റബ്ബേ. എന്ത് സൽക്കർമ്മമാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്തത്? മല പോലെയുള്ള ഈ അമലുകൾ, ഈ പ്രതിഫലങ്ങൾ എനിക്ക് എന്തുകൊണ്ട് തന്നു എന്ന് റബ്ബിനോട് നാം ചോദിക്കുമ്പോൾ റബ്ബ് തആല നൽകുന്ന മറുപടി, ബിസ്തിഗ്ഫാർ വലദിക ലക്, നിന്റെ മക്കൾ നിനക്ക് വേണ്ടി ചെയ്ത ഇസ്തിഗ്ഫാറാണ്. നിന്റെ മക്കൾ നിനക്ക് വേണ്ടി ചെയ്ത പാപമോചനത്തിന്റെ അടയാളങ്ങളാണ്. അന്നല്ലാഹ ലയർഫഉ ദറജത ലിഅബ്ദി സ്വാലിഹി ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരിടം കിട്ടിയാൽ ആ സ്വർഗത്തിൽ ഉന്നതമായ ദറജകൾ അവന് ലഭിക്കുമെന്നാണ് പ്രവാചകർ പഠിപ്പിക്കുന്നത്. ഈ ഉന്നതമായ ദറജകൾ കണ്ടുകൊണ്ടും ആ മനുഷ്യൻ ചോദിക്കും റബ്ബിനോട്, യാ റബ്ബ് അന്നാ ലി ഹാദിഹി, എന്താണ് റബ്ബേ ഈ പ്രതിഫലം? സ്വർഗത്തിന്റെ ഉന്നതമായ സൗധങ്ങൾ നേടിയെടുക്കുവാനുള്ള അമലുകളൊന്നും ഞാൻ ദുനിയാവിൽ വച്ച് ചെയ്തതില്ലല്ലോ അല്ലാ, എന്താണ് ഇതിന്റെ കാരണമെന്ന് അന്വേഷിക്കുമ്പോൾ അല്ലാഹുവിന്റെ മറുപടി, ഫയഖൂലു ബിസ്തിഗ്ഫാർ വലദിക ലക്, അവിടെയും മറുപടി നിന്റെ മക്കൾ നിനക്ക് വേണ്ടി ചെയ്യുന്ന ഇസ്തിഗ്ഫാറാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അത്തരം മക്കളല്ലയോ നമ്മുടെ കൺകുളിർമകൾ? അത്തരം മക്കളെയല്ലയോ നാം വളർത്തിയെടുക്കേണ്ടത്? നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ വിശുദ്ധ കലാമിലെ ആയത്ത് നോക്കൂ, സൂറത്തു തൂർ 21-ാമത്തെ ആയത്താണ്. മക്കളും മാതാപിതാക്കളും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന വല്ലാത്ത ഒരു മുഹൂർത്തത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ കലാമിലെ ആയത്താണ്. വല്ലദീന ആമനൂ വത്തബഅതഹും ദുർരിയതഹും ബിഈമാനിൻ അൽഹഖനാ ബിഹിം ദുർരിയതഹും. ശരിക്കും മനസ്സിലാക്കണം വിശ്വാസികളെ, മക്കൾ നമ്മോടൊപ്പം സ്വർഗത്തിലാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. മക്കളും ആഗ്രഹിക്കുകയാണ്, ഇണകൾ ആഗ്രഹിക്കുകയാണ്. ദുനിയാവിൽ ജീവിക്കുന്ന ഈ പ്രയാസങ്ങളെയെല്ലാം വിട്ടുകൊണ്ട് അല്ലാഹുവേ നിന്റെ വരദാനമായ സ്വർഗത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണമേ എന്നുള്ള തേട്ടവും പ്രാർത്ഥനയുമാണ് നമ്മുടെ മനസ്സുകളിൽ. അത്തരം ഒരു സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പെടണമോ? വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. ആർക്കാണ് മക്കളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുക? അവരുടെ പ്രത്യേകത വിശ്വസിക്കുന്നവരാണ്. വിശ്വസിച്ചാൽ മാത്രം പോരാ, അവരുടെ മക്കളെയും വിശ്വാസത്തിൽ മാതാപിതാക്കളെ പിന്തുടരണം. മാതാപിതാക്കളുടെ വിശ്വാസത്തിലായിരിക്കണം മക്കളും വളരുക. തൗഹീദുള്ള മാതാപിതാക്കളാണെങ്കിൽ, സുന്നത്തുള്ള മാതാപിതാക്കളാണെങ്കിൽ ആ മാതാപിതാക്കളെ കണ്ടു വളരുന്ന മക്കൾ അനുധാവനം ചെയ്യുക അങ്ങനെയായിരിക്കും. അങ്ങനെ വളർന്നു വരുന്ന മക്കൾ നാളെ പരലോകത്ത് മാതാപിതാക്കളോടൊപ്പം സ്വർഗത്തിലായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. വിശ്വാസികളെ, അവരുടെ സന്താനങ്ങൾ ആ മാതാപിതാക്കളോടൊപ്പം ചേർക്കുമെന്നാണ്. അതുകൊണ്ടാണ് വിശ്വാസികളോട് നിരന്തരമായി റബ്ബ് തആല ഓർമ്മപ്പെടുത്തുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ
അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. വിറകും കല്ലുകളും മനുഷ്യരും ഇന്ധനമായി നിറക്കുന്ന ആ നരകാഗ്നിയെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണേ. നിങ്ങളുടെ സ്വന്തത്തെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ അഹലുകാരെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം. ഭാര്യയും മക്കളും സന്താനങ്ങളും അവരെല്ലാവരും നരകത്തിൽ നിന്നും രക്ഷപ്പെടണം. ആരോടാണ് ഈ പറയുന്നത്? ഗൃഹനാഥനോടാണ്, കുടുംബനാഥനോടാണ് ഈ പറയുന്നത്. നിങ്ങളും സൂക്ഷിക്കണം, നിങ്ങളുടെ മക്കളെയും സൂക്ഷിക്കണം, നിങ്ങളുടെ ഇണകളെയും സൂക്ഷിക്കണം എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്ത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ താബിഈ പണ്ഡിതനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്താണ് ഈ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ എന്ന് വെച്ചാൽ ഔസു അൻഫുസകും വഅഹ്ലീകും ബിതഖ്വല്ലാഹി വഅദ്ദിബൂഹും. സ്വന്തത്തിൽ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം. സ്വന്തം ഇണകളുടെ കാര്യത്തിൽ, സ്വന്തം മക്കളുടെ കാര്യത്തിൽ റബ്ബിനെ കുറിച്ചുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തൽ നിരന്തരമായി ഉണ്ടായിരിക്കണം. സന്താനങ്ങൾക്കും ഇണകൾക്കും നിങ്ങൾ റബ്ബിനെ കുറിച്ചുള്ള ആ ഒരു ബോധമുണ്ടാക്കണം. മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ എന്നത് എന്ന് മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികളെ, പറഞ്ഞുവല്ലോ, നമ്മുടെ മക്കൾ, വളർന്നു വരുന്ന നമ്മുടെ തലമുറ, നമ്മുടെ സന്താനങ്ങൾ, ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരുടെയും മാതാപിതാക്കളെ ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ മനോമുഖരത്തിൽ തെളിയട്ടെ, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയത് എങ്ങനെയാണെന്ന്. ഒരു തലമുറ മുൻകഴിഞ്ഞു പോയാൽ പിതാവിനെ കാണുമ്പോൾ അല്ലെങ്കിൽ വല്യപ്പാനെ കാണുമ്പോൾ ആ സ്ഥലം വിട്ട് മറ്റേ സ്ഥലത്ത് പോകും. ഒരു കളിസ്ഥലത്താണ് നിൽക്കുന്നുവെങ്കിൽ ആ സ്ഥലത്തേക്ക് നമ്മുടെ ഒരു പിതാവ് അല്ലെങ്കിൽ നമ്മുടെ ഒരു വല്യപ്പ വരികയാണെങ്കിൽ പിന്നെ അവിടെ നിൽക്കുകയില്ല. അത്രയ്ക്കും മര്യാദയാണ്. തലമുറ മാറിപ്പോയി. ആരെക്കുറിച്ച് ആരെന്ത് പറയാൻ, അത് കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് നമ്മുടെ തലമുറയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് വിശ്വാസികളെ അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച ചില കാര്യങ്ങൾ ഇന്നത്തെ ഖുതുബയിൽ കൂടി സൂചിപ്പിക്കുന്നത്. കാരണം ഒരാഴ്ച കഴിഞ്ഞാൽ വിദ്യാലയങ്ങൾ തുറക്കുകയാണ്, കലാലയങ്ങൾ തുറക്കുകയാണ്. നമ്മുടെ മക്കൾ പുതിയ ഒരു ലോകത്തേക്ക് പോകുകയാണ്. എവിടെ പോയാലും നമ്മുടെ മക്കളാണ്. അവരോട് നമുക്ക് പറയുവാനുള്ളത് ആദ്യവും അവസാനവുമായി റബ്ബിനെ കുറിച്ചുള്ള ആ ഒരു ബോധമാണ്. അതാണ് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മകനോട് ഉപദേശിക്കുന്ന ഉപദേശം. സൂറത്തുൽ ലുഖ്മാനിലെ 13-ാമത്തെ ആയത്ത് മുതൽ ഒന്ന് വായിച്ചു നോക്കൂ സഹോദരങ്ങളെ. ഒന്നാമതായി പൊന്നുമോനോട് പറയുന്ന ഉപദേശം യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. നോക്കണം, അവിടെയും അള്ളാഹുവിന്റെ ഗരിമയെ കുറിച്ചാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്. പൊന്നുമോനെ, നീ ശിർക്ക് ചെയ്യല്ല്, അള്ളാഹുവിൽ നീ ഒന്നിനെയും പങ്കു ചേർക്കരുത്, മഹാപാതകമാണത്. ചെയ്യുന്ന പാപങ്ങളെല്ലാം അവൻ ഇച്ഛിക്കുന്നവർക്ക് റബ്ബ് പുറത്തു കൊടുക്കും. ശിർക്ക് എന്ന് പറയുന്നത് അവൻ ഇസ്തിഗ്ഫാർ ചെയ്യാതെ പൊറുക്കില്ല മോനെ എന്നുള്ള ആ ഒരു ബോധത്തെ കുറിച്ചാണ് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുക്കുന്നത്. വീണ്ടും ഉപദേശിക്കുകയാണ് യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നഹാ ഇൻതകു മിസ്ഖാല ഹബ്ബത്തുൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. പൊന്നുമോനെ, ഒരു കടുകുമണിയുടെ വലുപ്പമാണെങ്കിലും അത് ആകാശങ്ങളിലും ഭൂമിയിലും അല്ലെങ്കിൽ പാറക്കല്ലിനുള്ളിലാണെങ്കിലും പൊന്നുമോനെ അല്ല കൊണ്ടുവരും. അല്ല കൊണ്ടുവരും മോനെ. നീ എത്ര രഹസ്യമായി ചെയ്താലും 4 ചുമരുകൾക്കുള്ളിൽ തലയണയുടെ താഴെ വെച്ചുകൊണ്ട് നിന്റെ സോഷ്യൽ മീഡിയ നീ ഏത് രീതിയിലും മാതാപിതാക്കൾ കാണാതെ മറ്റുള്ളവർ കാണാതെ എത്ര സ്വകാര്യതയിൽ നീ ഒളിപ്പിച്ചു വച്ചാലും മോനെ അല്ല കൊണ്ടുവരും മോനെ എന്നുള്ള ആ ഒരു ബോധമാണ് വിശ്വാസികളെ നമ്മുടെ മക്കളോട് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. പിന്നെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം. പൊന്നുമോനെ, അഖിമിസ്സലാ, നമസ്കാരം നിലനിർത്തും മോനെ, വഅ്മുർ ബിൽ മഅറൂഫ്, നന്മ ഉപദേശിക്കണം മോനെ. കോളേജിൽ പോയാലും കലാലയങ്ങളിൽ പോയാലും തെറ്റ് കാണുമ്പോൾ ആ തെറ്റിന്റെ കൂടെ പോകുവാനുള്ള ഒരു മനസ്സ് മോനെ നിനക്കുണ്ടാകരുത്. കഴിയുമെങ്കിൽ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കുക, സാധിക്കുമെങ്കിൽ അവരെ ഉപദേശിക്കുക. വഅ്മുർ ബിൽ മഅറൂഫ് വൻഹാ അനിൽ മുൻകർ, തെറ്റിനെ വിരോധിക്കുക, നന്മ ഉപദേശിക്കുക. വസ്ബിർ അലാ മാ അസ്വാബക്, വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഉപദേശിക്കുമ്പോൾ പ്രയാസമുണ്ടാകും. മക്കളോട് പോലും ഉപദേശിക്കാൻ പറ്റാത്ത ഒരു ലോകമാണ് സഹോദരങ്ങളെ. അവിടെയാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തിന്റെ ഗരിമ വർദ്ധിക്കുന്നത്. വസ്ബിർ അലാ മാ അസ്വാബക്, തെറ്റ് കാണുമ്പോൾ നീ ഉപദേശിക്കുക, നല്ലതിനെ നീ ഉപദേശിക്കുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ നിനക്ക് പ്രയാസമുണ്ടാകും, നിന്നെ ഒറ്റപ്പെടുത്തും. മക്കൾ മാതാപിതാക്കളെ ഒറ്റപ്പെടുത്തും, മാതാപിതാക്കളെ മക്കൾ ഒറ്റപ്പെടുത്തും. അങ്ങനെയുള്ള ഒരു സമയം നിനക്ക് സംജാതമായാൽ മോനെ വസ്ബിർ അലാ മാ അസ്വാബക്, ക്ഷമിക്കണം മോനെ.
ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ദൃഢനിശ്ചയം ചെയ്തവർക്കല്ലാതെ ക്ഷമിക്കുവാൻ സാധിക്കുകയില്ല. വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർള്, മോനെ ഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ദുരഭിമാനത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി നീ നടക്കരുത് മോനെ, അല്ലാഹ് ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഒരു ബോധമാണ് വിശ്വാസികളെ, മക്കളെ പഠിപ്പിക്കേണ്ടത് എന്ന് ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിച്ചതുപോലെയുള്ള കൃത്യമായിട്ടുള്ള ആ തർബിയത്തുൽ ഔലാദ് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം വിശ്വാസികളെ. അങ്ങനെയുള്ള ഒരു ലോകമാണ്, വല്ലാത്ത ഒരു ലോകത്തിൽ കൂടിയാണ് നാം ജീവിച്ചു കൊണ്ടുപോകുന്നത്. ഏറ്റവും വലിയ നിക്ഷേപം ഏതെന്നറിയുമോ? ഒരുപക്ഷെ മക്കളെ ഉപദേശിക്കുമ്പോൾ ഉമ്മയ്ക്കാണ് പ്രയാസമുണ്ടാവുക. മോനല്ലേ, വളരട്ടെ, അങ്ങനെയൊക്കെ പോകട്ടെ, കാലത്തിനൊത്ത് ജീവിക്കട്ടെ എന്നുള്ള ആ ഒരു രീതിയിൽ പിതാവിനെതിരെ അല്ലെങ്കിൽ ഭർത്താവിനെതിരെ തിരിയുന്ന ഒരുപാട് ഭാര്യമാർ നമ്മുടെയൊക്കെ കൂട്ടത്തിലുണ്ട്. അറിയണം സഹോദരി, അറിയണം, ഏറ്റവും വലിയ നിക്ഷേപം അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖൽബുൻ ഷാക്കിറുൻ. ബാങ്കിൽ ലക്ഷങ്ങൾ നിക്ഷേപിക്കുന്ന അക്കൗണ്ടിൻ്റെ നിക്ഷേപമല്ല ഏറ്റവും വലിയ നിക്ഷേപം. അള്ളാഹുവിനെ നന്ദിയോടുകൂടി സ്മരിക്കുന്ന ആ ഒരു ഹൃദയമുണ്ടല്ലോ, ചെയ്ത കാര്യങ്ങൾക്ക് ശുക്ർ ചെയ്യുക എന്നുള്ള ഏറ്റവും വലിയ നന്ദി, അതാണ് ഏറ്റവും വലിയ നിക്ഷേപം. പ്രവാചകർ പിന്നെ പറയുന്നു, വലിസാനുൻ ദാക്കിറുൻ, അള്ളാഹുവിനെ സ്മരണയോടുകൂടി ഓർക്കുന്ന നാവ്. അള്ളാഹിന്റെ റസൂൽ പിന്നെ പറയുകയാണ്, വസൗജത്തുൻ സ്വാലിഹത്തുൻ, സ്വാലിഹായ ഭാര്യ. വിശ്വാസിനികളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഏറ്റവും വലിയ നിക്ഷേപമാണ് പ്രവാചകർ നമ്മെ പഠിപ്പിച്ചത്. വസൗജത്തുൻ സ്വാലിഹത്തുൻ, സ്വാലിഹത്തായ ഭാര്യയാണ്. എന്താണ് ആ ഭാര്യയുടെ പ്രത്യേകത എന്നറിയുമോ? തുഈനുക, ആ ഭർത്താവിനെ സഹായിക്കുന്നവളാണ്. അലാ അംരി ദുനിയാക വദീനിക, ആ ഭർത്താവിൻ്റെ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും കാര്യത്തിൽ ആ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുക, സഹായിക്കുക. അങ്ങനെയുള്ള ആ പെണ്ണ് ഏറ്റവും വലിയ നിക്ഷേപമാണ്. ഖൈറും മക്തനസൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമമായ നിക്ഷേപമാണ് എന്ന് പഠിപ്പിച്ചു മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിശ്വാസികളെ, കൺകുളിർമയാകുന്ന മക്കളാകുവാനുള്ള പ്രാർത്ഥന നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ആ പ്രാർത്ഥനയോടൊപ്പം മക്കളെ ദീനിൻ്റെ ചുറ്റുപാടിൽ വളർത്തിക്കൊണ്ടുവരേണ്ട ബാധ്യത ഓരോ മാതാപിതാക്കൾക്കും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നാം മറന്നുപോകല്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി, ഇന്നലെയും മിനിയാന്നുമായി നമ്മുടെ വാർത്തകൾ ശ്രദ്ധിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അറിയുമല്ലോ, നമുക്ക് എത്രയെത്ര കൊലപാതകങ്ങളാണ്. ശത്രുക്കളല്ല, മക്കൾ, സ്വന്തം മക്കൾ ഉമ്മയെ കൊല്ലുകയാണ്, പിതാവിനെ കൊല്ലുകയാണ്. അതിൽ ജാതിയോ മതമോ ഒന്നുമില്ല. മാതാപിതാക്കളെ കൊല്ലുന്ന മക്കൾ, മദ്യലഹരിയിൽ മുഴുകിക്കൊണ്ട് മക്കളെ തിരിച്ചു കൊല്ലുന്ന മാതാപിതാക്കളും. അങ്ങനെയുള്ള ഒരു ലോകമാണ് വിശ്വാസികളെ. അവിടം വ്യതിരിക്തമായി വിശ്വാസികളുടെ ജീവിതം അടയാളപ്പെടുത്തണം. അതിന് അടിസ്ഥാനപരമായി അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.